الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് നിങ്ങളോടെന്ന പോലെ എന്നെ ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ജീവി, ഞാനും നിങ്ങളും അടങ്ങുന്ന അള്ളാഹുവിന്റെ ഈ സൃഷ്ടി, ഇത് രണ്ട് ഘടകങ്ങൾ കൂടിയതാണ്. രണ്ട് കോമ്പണൻസ് കൂടിയതാണ് മനുഷ്യൻ. അതിലൊന്ന് അവന്റെ ബാഹ്യമായ ശരീരം, മറ്റൊന്ന് ആന്തരികമായ ആത്മാവ്. ഈ ശരീരവും ആത്മാവും കൂടിച്ചേർന്നാലാണ് മനുഷ്യനായിത്തീരുന്നത്. ഇതിലൊന്നിനെ മാറ്റി നിർത്താൻ സാധ്യമല്ല. ഇതിൽ ശരീരം എന്ന് പറയുന്ന ബാഹ്യമായ മനുഷ്യന്റെ ഘടന, അത് പാഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, സെൻസുകൾ കൊണ്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ കാണുന്നു, നമുക്ക് തൊടാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് മറ്റുള്ള രീതിയിലുള്ള നമ്മൾ രുചി അനുഭവിക്കുന്നു, മണം അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള സെൻസുകൾക്കെല്ലാം ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് മറ്റൊരു ഘടകമായിട്ടുള്ള ആത്മാവട്ടെ, അതിന്റെ കുൻഹ്, അതിന്റെ യാഥാർത്ഥ്യം, അതെന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാത്ത ഒരു ഘടകമാണ്. ആത്മാവിനെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആത്മാവിനെ അളന്നു നോക്കാനോ തൊട്ട് നോക്കാനോ മണത്ത് നോക്കാനോ രുചിച്ചു നോക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ട് എന്ന് നമ്മെല്ലാവരും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ആത്മാവ് ഇല്ല എന്നാണെങ്കിൽ പിന്നെ ആത്മാവ് എന്ന് പറയുന്ന ഒരു പദത്തിന് അർത്ഥമില്ലാതായിത്തീരും. അപ്പൊ എല്ലാ മതങ്ങളും എല്ലാ ദർശനങ്ങളും അതുപോലെ എല്ലാ സംസ്കാരങ്ങളും ആത്മാവ് എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്നു. അതിപ്പോ മലയാള ഭാഷയിൽ നമ്മൾ ആത്മാവ് എന്ന് പറയുന്നു, അറബിയിലാണെങ്കിൽ അതിനെ റൂഹ് എന്ന് പറയുന്നു,
അവിടെ റൂഹ്, ജസദ്. ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം, റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. ഇവ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ബോഡി, മറ്റത് സ്പിരിറ്റ്, അതല്ലെങ്കിൽ സോള് എന്നൊക്കെ പറയുന്നു. അവ ചുരുക്കി പറഞ്ഞ വ്യത്യസ്ത ഭാഷകളില് ഇങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് തന്നെ അതിനൊരു യാഥാർത്ഥ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ ആത്മാവ് എന്ന് പറയുന്ന ഒന്നുണ്ട്, പക്ഷെ നമുക്ക് ആർക്കും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമുക്കത് അനുഭവിക്കാനോ തൊടാനോ കാണാനോ മണത്തു നോക്കാനോ രുചി നോക്കാനോ സാധിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം വളരെ പ്രസക്തമാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അസന്നിഗ്ധമായി ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. യസ്അലൂനക അനിർ റൂഹ്, അവർ നിന്നോട് റൂഹിനെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, നീ അവരോട് പറയുക, ആത്മാവ് എന്ന് പറയുന്നത്, റൂഹ് എന്ന് പറയുന്നത് എന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് ഇൽമ് വളരെ കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളുടെ അറിവ് പരിമിതമാണ്. അതുകൊണ്ട് ആത്മാവ് എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്, അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണ്, അതിന്റെ കുൻഹ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയില്ല. കാരണം ആ വിധത്തിലുള്ള അറിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നതുണ്ട്, അത് എന്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വ്യക്തമാക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒന്നുപോലെ തന്നെ മറ്റൊരു ഘടകം, മറ്റൊരു കോമ്പനന്റ്, അതും കൂടെ കൂടുമ്പോഴാണ് മനുഷ്യൻ പൂർണ്ണമായി തീരുന്നത്. പക്ഷെ ഈ ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങളും മറ്റൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആത്മാവിനും രോഗങ്ങൾ സംഭവിക്കാം. ശരീരത്തിന് രോഗങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ ആത്മാവിനും രോഗങ്ങൾ അനുഭവിക്കാം. അപ്പോ ശരീരത്തിന് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിന് അനുഭവപ്പെടുന്ന രോഗങ്ങൾക്ക് ചികിത്സകൾ ഉള്ളതുപോലെ ആത്മാവിന് നേരിടേണ്ടി വരുന്ന രോഗങ്ങൾക്കും ചികിത്സകൾ ഉണ്ടായിരിക്കും. ഇത് കണ്ടെത്തലാണ് നമ്മുടെ ബാധ്യത. നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പൊ മറദ് എന്ന് പറയുന്ന ആ പദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മറദ് എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മരീദ് എന്ന് പറഞ്ഞാൽ രോഗി. സാധാരണ നിലക്ക് അറബിയിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശാരീരികമായിട്ട് മനുഷ്യൻ അനുഭവപ്പെടുന്ന രോഗങ്ങൾക്കാണ്. മൊത്തത്തിൽ മറദ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് ആൾ മരീദാണെന്ന് പറഞ്ഞാൽ രോഗിയാണ്. അതിൽ പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണുന്ന രോഗങ്ങളായിരിക്കാം, ശരീരത്തിന് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ വല്ല അപകടം ഉണ്ടാകുന്ന വല്ല ചതവ്, മുറിവ്, ഇതൊക്കെ അതിൽപ്പെടും. അതല്ലെങ്കിൽ ശരീരത്തിനകത്തുണ്ടാകുന്ന രോഗങ്ങൾ, നമുക്ക് പനി, ജലദോഷം, ഇതൊക്കെ മറദിന്റെ പരിധിയിൽപ്പെടും. ഇതൊക്കെ ശാരീരികമായിട്ട് അനുഭവിക്കുന്ന രോഗങ്ങളാണ്. പക്ഷെ ഇതല്ലാത്ത ചില രോഗങ്ങൾക്കും വിശുദ്ധ ഖുർആനിൽ മറദ് എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ സൂറത്തുൽ ബഖറയിൽ തന്നെ, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. ആദ്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ സംബന്ധിച്ച്. അതിന്റെ തുടക്കത്തിലുള്ള 5 ആയത്തിൽ അതാണ് പറയുന്നത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുത്തഖൂൻ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതെ, വിജയികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ. പിന്നീട് അതിനുശേഷം സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ വലഹും അദാബുൻ അദീം. അപ്പൊ ഇവിടെ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പറയുകയാണ്, സത്യനിഷേധത്തിൽ അങ്ങേയറ്റം ആണ്ടുപോയ ആളുകൾക്ക് അവർക്ക് ഒരിക്കലും തന്നെ സന്മാർഗത്തിലെത്താൻ സാധ്യമല്ല. കാരണം അവരുടെ കണ്ണുകളും അവരുടെ കാതുകളെല്ലാം മൂടപ്പെട്ടിരിക്കുകയാണ്, അവരുടെ ഹൃദയങ്ങൾ അടച്ച് പൂട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സത്യത്തെ സംബന്ധിച്ച് കേൾക്കാനോ അത് ഉൾക്കൊള്ളാനോ അവർ തയ്യാറല്ല. അവർക്ക് വേദനാജനകമായിട്ടുള്ള ശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യനിഷേധികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം മൂന്നാമതൊരു വർഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്.
അഥവാ പ്രത്യക്ഷത്തിൽ സത്യവിശ്വാസം അംഗീകരിക്കുകയും സത്യവിശ്വാസികളാണെന്ന് പറയുകയും ചെയ്യുക, അതേസമയം മനസ്സിനകത്ത് സത്യനിഷേധം കൊണ്ട് ഒളിപ്പിച്ച് കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വർഗത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നു ഒമിനന്നാസി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അവർ അവകാശപ്പെടുന്ന ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. എന്നിട്ട് അള്ളാഹു അവരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? ഫീ ഖുലൂബിഹിം മറദ്. കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് ചില രോഗം ബാധിച്ചു എന്നാണ്. ഇവിടെ ഈ പറഞ്ഞ മറന്നുണ്ടല്ലോ, ആ മറന്ന് അത് ശരീരത്തിനെ ബാധിക്കുന്ന രോഗമല്ല. എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് നമ്മളൊരാളെ സംബന്ധിച്ച് മരീദ് എന്ന് പറഞ്ഞാൽ അവൻ രോഗിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ആ രോഗമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം ഇതിന് ആന്തരികമായിട്ടുള്ള രോഗമാണ്. ഇത് ഒരു ആത്മീയ രോഗമാണിത്. കാരണം ഈ വർഗന്മാരാണ് മുനാഫിക്കുകളാണ്. ആ മുനാഫിക്കുകൾ ശാരീരികമായിട്ട് നല്ല മിടുക്കുള്ള ആളുകളായിരുന്നു. സൂറത്തിലെ വിശുദ്ധ ഖുർആനിൽ തന്നെ മുനാഫിക്കൂൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുണ്ട്, സൂറത്തുൽ മുനാഫിക്കൂൻ. അതിൽ അവരെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, നീ അവരെ കാണുകയാണെങ്കിൽ അവരുടെ ശരീരം നിന്നെ അത്ഭുതപ്പെടുത്തും. അത്രയ്ക്ക് നല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യമുള്ളവരാണ്, നല്ല മിടുക്കുള്ളവരാണ്, പുഷ്ടിയുള്ളവരാണ്. യഖൂലു തസ്മഉ ലിഖൗലിഹിം, അവരെങ്ങാനും സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സംസാരം നീ കേട്ടിരുന്നു പോകും. അത്രയ്ക്കും നല്ല തേനൂറുന്ന സംസാരമാണ് അവർ സംസാരിക്കുന്നത്, നല്ല സാഹിത്യം കലർന്ന സംസാരമാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ കഅന്നഹും ഖുശുബുൻ മുസന്നദ, എന്നാൽ അവർ ചാരി വെച്ച തടികളെ പോലെയാണ്. കാരണം അവരുടെ രോഗം അവരുടെ മനസ്സിലാണ്, അവരുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് ചാരി വെച്ച മരത്തടികൾ എന്ന് പറയാൻ കാരണം. ചാരി വെച്ച മരത്തടികൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ പുറമേൽക്ക്, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തില്ല? ജീവനില്ല. യഥാർത്ഥ മരം പോലെയുള്ള സത്വ ജീവനും അതിനില്ല. ആ രീതിയിലാണ് മുനാഫിക്കുകളുടെ അവസ്ഥ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കുന്ന ഈ രോഗം, മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന, ഈ ആത്മാവിനെ ബാധിക്കുന്ന രോഗമുണ്ടല്ലോ, അത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഒരു സത്യവിശ്വാസിയിൽ നിന്നുണ്ടായിരിക്കേണ്ടതുണ്ട്. പടച്ചതമ്പുരാനോട് കൊണ്ട് തേടിക്കൊണ്ടിരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ച്, അതിന്റെ ഉസൂലിനെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് അഥവാ ഉസൂലുൽ മആസി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, അതുപോലെ തന്നെ ഇമാം ഇബ്നുൽ ഖയ്യിം ഒക്കെ പറയുന്നത് 3 എണ്ണമാണെന്നാണ്. ഈ 3 രോഗങ്ങളിൽ നിന്നാണ് ഈ മാനസികമായിട്ടുള്ള, അതല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്ന, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ഏതൊക്കെയാണ് ആ ഉസൂലുൽ മആസി? 3 എണ്ണം. ഒന്ന് കിബ്റാണ്, അഹങ്കാരം. മറ്റൊന്ന് ഹസദ് അഥവാ അസൂയ. മൂന്നാമത്തത് ഹിർസ് അഥവാ അത്യാഗ്രഹം. ഈ 3 രോഗങ്ങളാണ് യഥാർത്ഥത്തിൽ മറ്റുള്ള എല്ലാ ആത്മീയ രോഗങ്ങൾക്കും മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കും കാരണമായി തീരുന്നത്. ഇതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് വിശദീകരിക്കപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹിയ അവ്വലു ദൻബിൻ ഉസിയ അല്ലാഹു ബിഹി ഫിൽ അർദ്, അല്ലെങ്കിൽ അവ്വലു ദൻബിൻ ഉസിയ അല്ലാഹു ബിഹി, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ആദ്യമായിട്ട് ഒരു തിന്മ അഥവാ ഒരു ധിക്കാരം ഉണ്ടായിട്ടുള്ളത് ഈ 3 കാര്യങ്ങളിലാണ്. ഏതൊക്കെയാണത്? കിബ്ർ, അതുപോലെ ഹിർസ്, അതുപോലെ ഹസദ്. അഹങ്കാരം, അത്യാഗ്രഹം, അസൂയ. മലയാളത്തിൽ 3ഉം ആ കൊണ്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അഹങ്കാരം, അത്യാഗ്രഹം, അസൂയ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇതാണ് ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിജാലത്തെ സൃഷ്ടിച്ചപ്പോൾ ആദ്യമായിട്ട് സൃഷ്ടികളിൽ നിന്നുണ്ടായ ധിക്കാരങ്ങൾ, തിന്മകൾ. അതിൽ അഹങ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം സ്വർഗ്ഗലോകത്ത് വെച്ചല്ല ഉണ്ടായതാണ്. മനുഷ്യർ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അഹങ്കാരവും അതുപോലെ തന്നെ അത്യാഗ്രഹവും അഥവാ കിബ്ർ ആദ്യമായിട്ടുണ്ടായത് ആരിൽ നിന്നാണ്? ലാനത്താക്കപ്പെട്ട പിശാചിൽ നിന്നാണ്, ശൈത്താനിൽ നിന്ന്. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. കൂട്ടത്തിൽ ഇബ്ലീസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. അതിന് ഇബ്ലീസ് പറഞ്ഞ കാരണം എന്തായിരുന്നു? ഖാല മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദിയ,
എന്റെ ഇരുകരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചവന് സുജൂദ് ചെയ്യാൻ നിന്നെ മുടക്കിയത് എന്താണെന്ന് അള്ളാഹു ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇബ്ലീസ് പറഞ്ഞത് ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, നീ അവനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. അപ്പോ ഞാൻ തീയാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, എന്റെ അസ്ല് അവന്റെ അസ്ലിനേക്കാൾ ഉത്തമമാണ്, അതുകൊണ്ട് തന്നെ ആദമിനെ സുജൂദ് ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇസ്തക്ബറ, അവൻ അഹങ്കരിച്ചു, അവന്റെ അഹങ്കാരമാണ് അവനെ സുജൂദ് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ ഇതാദ്യമായിട്ട് ഈ അള്ളാഹുവിന്റെ സൃഷ്ടിയിലുണ്ടായ ഒരു ധിക്കാരമായിരുന്നു. അതിന്റെ കാരണം ഈ പറയുന്ന കിബിറായിരുന്നു. പിന്നെ ആ കിബിറിൽ നിന്നാണ് ധാരാളം തിന്മകൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. അതുപോലെ വാനലോകത്ത് വെച്ച് തന്നെ മറ്റൊരു പടച്ച തമ്പുരാന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ആദം അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നായിരുന്നു. പക്ഷെ ആദമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും പിശാച് അവന്റെ ആ തിന്മയിൽ അടിയുറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ കാലാകാലം അവൻ ശപിക്കപ്പെടുകയും ചെയ്തു. ആദം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്കെല്ലാം ഇവിടെ അനുവദനീയമാണ്, ഈ സ്വർഗ്ഗലോകത്തുള്ള എല്ലാം നിനക്ക് എന്താണ്, അനുവദനീയമാണ്, ഒന്നൊഴികെ ഒരു മരത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മരത്തിന്റെ കനി മാത്രം നീ ഭക്ഷിക്കാൻ പാടില്ല. സൂറത്തുൽ ആറാഫിൽ അക്കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ആദം അലൈഹി ഇസ്ലാമിന് ആ വിലക്കപ്പെട്ട ആ കനി ഭക്ഷിക്കണമെന്ന ആഗ്രഹം, ഇത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ്. മനുഷ്യന് ധാരാളം നന്മകൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവന് ചിന്തിക്കാൻ എന്തില്ല, സമയമില്ല. അവനെപ്പോഴും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താണോ അവനക്ക് നിഷേധിക്കപ്പെട്ടത് അതിനെ സംബന്ധിച്ചാണ് അവന്റെ മനസ്സ് കിടന്ന് പിടക്കുന്നത്. ഇപ്പൊ ഒരു ഭക്ഷണ തളികയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ പലതും ഉണ്ടാവും, പല വിഭവങ്ങളുണ്ടാവും, ചോറ്, കറി, അതുപോലെ പല രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളും മറ്റൊക്കെ. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ട്, ഒരു പപ്പടത്തിന്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക, അതാണ് എന്താ പപ്പടം എവിടെ പോയി, പപ്പടമില്ലേ, എന്തെങ്കിലും എന്താണോ അവിടെ ഇല്ലാതായി തീർന്നത് അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കും. അതിനാണ് ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അമ്മാ ബി നിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുക, അനുഗ്രഹങ്ങൾ നിങ്ങൾ എടുത്തു പറയുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എണ്ണിയാൽ തന്നെ അത് എണ്ണിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തഹ്സുഹ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷെ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാനോ അതിന് നമുക്ക് സമയമില്ല. നമ്മുടെ ചിന്ത എപ്പോഴും പോകുന്നത് നമുക്ക് എന്ത് നിഷേധിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചാണ്. മറ്റുള്ളവനിലേക്ക് നോക്കിയിട്ട് അവനക്കുള്ള എന്ത് എനിക്ക് ഇല്ലാതായി തീർന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല എല്ലാം നൽകി, അവിടെയുള്ള സ്വർഗീയ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും നൽകി. പക്ഷെ ഒരു പരീക്ഷണം എന്ന നിലക്ക് ഒരു കനി മാത്രം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ആദം അലൈഹി ഇസ്ലാമിന് ആഗ്രഹം, അതെന്താ ഭക്ഷിച്ച കുഴപ്പം, അത് തിന്നാൽ എന്താണ് കുഴപ്പം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅകലാ മിൻഹ, അങ്ങനെ അവർ രണ്ടുപേരും ആദമും അതുപോലെ ഹവ്വയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ അവർ സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പക്ഷെ പിന്നീട് വരുന്നുണ്ട്, ആദം അലൈഹി ഇസ്ലാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോട് പശ്ചാത്താപം ചോദിക്കുകയും തൗബ ചെയ്യുകയും അള്ളാഹു അദ്ദേഹത്തിന് തൗബ നൽകുകയും ചെയ്തു എന്നുള്ളത്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ലോകത്ത് ആദ്യമായി ഉണ്ടായ തിന്മകളിൽ രണ്ടാമത്തെ ഈ തിന്മ അഥവാ ധിക്കാരം എന്ന് പറയുന്നത് സംഭവിച്ചത് അത്യാഗ്രഹത്തിന്റെ പേരിലായിരുന്നു. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് അസൂയയാണ്. എല്ലാ തിന്മകളുടെയും കലവറയായിട്ട് പറയുന്നത് കിബ്ർ, ഹിർസ്, അതുപോലെ ഹസദ്. അത് വാനലോകത്ത് നിന്ന് മനുഷ്യർ ഭൂമി ലോകത്തേക്ക് ഇറക്കപ്പെട്ടതിനു ശേഷം ഈ ഭൂമി ലോകത്ത് നിന്നുണ്ടായ ആദ്യത്തെ മാസിയത്തായിരുന്നു, ധിക്കാരമായിരുന്നത്. നമുക്കറിയാം അത് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഈ ഭൂമി ലോകത്ത് നടന്ന ധിക്കാരം എന്തായിരുന്നു? ഒരു കൊലയായിരുന്നു. ആദം അലൈഹി ഇസ്ലാമിന്റെ തന്റെ സ്വന്തം സന്താനങ്ങളിൽപ്പെട്ട രണ്ട്
മക്കൾ കാബീലും ഹാബീലും അവർ തമ്മിലടിക്കുകയും ഇങ്ങനെ കാബീൽ ഹാബീലിനെ വധിക്കുകയും ചെയ്ത സംഭവം. ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണ് കാബീൽ ഹാബീലിനെ കൊന്നത്? അതിനെ പ്രേരിപ്പിച്ച ഘടകം അസൂയയായിരുന്നു, ഹസദായിരുന്നു. കാരണം അന്നത്തെ ശരീഅത്തിന്റെ നിയമപ്രകാരം ഹവ്വയിലുണ്ടായ മക്കൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ കാബീൽ വിവാഹം കഴിക്കേണ്ടത് ഹാബീലിൽ പിറന്ന സഹോദരിയായിരുന്നു. ഹാബീലാകട്ടെ വിവാഹം കഴിക്കേണ്ടത് കാബീലിൽ പിറന്ന സഹോദരിയായിരുന്നു. പക്ഷെങ്കിലും ഹാബീലിന്റെ സഹോദരിയായിരുന്നു കാബീലിന്റെ സഹോദരൻ കൂടുതൽ ഭംഗിയുള്ളത്. അതുകൊണ്ട് തനിക്ക് തന്റെ സഹോദരി തന്നെ വേണം എന്ന വാശിയും അങ്ങനെ ഹാബീലിനോടുള്ള ഒടുക്കാത്ത അസൂയയുമായിരുന്നു കാബീലിനെ ഹാബീലിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്ന് മുഫസ്സിറുകൾ അവരുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അക്കാര്യം എടുത്ത് പറയുന്നുണ്ട്. അവിടെ സൂറത്തുൽ മാഇദയിൽ വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാൻ ഫതുഖബ്ബില മിൻ അഹദിഹിമ വലം യുതഖബ്ബൽ മിനൽ ആഖർ എന്ന് പറഞ്ഞുകൊണ്ട് 4-5 ആയത്തുകളിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അവ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഈ രോഗങ്ങൾ, ഈ കിബർ, അതുപോലെ ഹസദ്, അതുപോലെ ഹിർസ്, ഇതിൽ നിന്നാണ് മറ്റുള്ള എല്ലാവിധ തിന്മകളും മനുഷ്യ മനസ്സിൽ നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലുഹത് സ്വലുഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മനുഷ്യ ശരീരത്തിൽ ഒരു മുദ്ഗത്തുണ്ട്, ഒരു അവയവമുണ്ട്. അതെങ്ങാനും നന്നാവുകയാണെങ്കിൽ അവന്റെ മറ്റുള്ള എല്ലാ അവയവങ്ങളും നന്നായി തീർന്നു. അതെങ്ങാനും ചീത്തയായി തീരുകയാണെങ്കിൽ മനുഷ്യന്റെ മറ്റുള്ള എല്ലാ അവയവങ്ങളും ചീത്തയായി തീർന്നു. അതാണ് അവന്റെ ഹൃദയം അഥവാ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോ മനസ്സിനെ അഥവാ ആത്മാവിനെ നന്നാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതിന് രോഗങ്ങൾ സംഭവിക്കാം. അതുപോലെ തന്നെ അതിന് രോഗങ്ങൾക്ക് ചികിത്സയുമുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നീട് ലോകത്തേക്ക് വന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഈ ലോകത്ത് നടന്ന ഏറ്റവും വലിയ ധിക്കാരങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളും എല്ലാം തന്നെ അരങ്ങേറിയത് ഈ പറയുന്ന മാനസിക രോഗങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പൊ ജൂതന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ധാരാളം സ്ഥലങ്ങളിൽ ഉണർത്തുന്നുണ്ട് എന്തുകൊണ്ട് അവർ അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുന്നില്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളം വളരെ വ്യക്തമായിട്ട് തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നുണ്ട്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും. വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവർക്ക് അറിയാം, യാരിഫൂനഹു അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാം. എങ്ങനെ? കമാ യാരിഫൂന അബ്നാഅഹും, തന്റെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് ഈ പ്രവാചകനെ സംബന്ധിച്ച് അറിയാം. തന്റെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് അഥവാ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് മാതാപിതാക്കൾക്കാണ്. കാരണം ചെറുപ്പം മുതലേ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നവരാണ്. ആ കുട്ടിക്ക് എന്തെല്ലാം രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതെല്ലാം മാതാപിതാക്കൾക്കറിയാം. കാരണം അവരെ വളർത്തിക്കൊണ്ടു. ആ രീതിയിലാണ് അള്ളാഹു പറയുന്നത് യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും. പക്ഷെ വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. പക്ഷെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ആ സത്യത്തെ മൂടി വെക്കുകയാണ്. എന്തുകൊണ്ടാണ് സത്യത്തെ മൂടിവെക്കാനുള്ള കാരണം? അവർക്ക് എന്താണ് പ്രവാചകൻ വിശ്വസിച്ചാലുള്ള കുഴപ്പം? വിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിച്ചാലുള്ള കുഴപ്പം എന്താണ്? അള്ളാഹു പറയുകയാണ്, ബിസമഷ്തറൂ ബിഹി അൻ യക്ഫുറൂ ബിസമഷ്തറൂ ബിഹി അൻഫുസഹും അൻ യക്ഫുറൂ ബിമാ അൻസലല്ലാഹു ബഗിയൻ അൻ യുനസ്സിലല്ലാഹു മിൻ ഫളിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. തന്റെ അടിമകളിൽ നിന്ന് ഒരു പ്രത്യേക വ്യക്തിക്ക് അനുഗ്രഹം കൊടുത്തതിലുള്ള അസൂയയാണ്, ബഗിയാണ് അവരതിൽ നിന്നും തടഞ്ഞു നിർത്തിയത്. എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് അറബികളിലായി തീർന്നു. അതല്ലാതെ അവരുടെ ബനു ഇസ്രായേലിൽ പെട്ട ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തില്ല. അങ്ങനെ അറബികളോടുള്ള ആ വിദ്വേഷവും പകയും അതുപോലെ തന്നെ അസൂയയും കുനിഷ്ടും, അതിനാണ് ബഗി എന്ന് പറയുക. ആ ബഗി കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം.
എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വ്യക്തമാക്കുകയാണ്. അവ കാര്യം വ്യക്തമാക്കാത്തത് കൊണ്ടല്ല, കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, പക്ഷേ അസൂയയായിരുന്നു, വിദ്വേഷമായിരുന്നു, പകയായിരുന്നു, കുനിഷ്ടായിരുന്നു അവരെ വിശ്വസിപ്പിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം. അവ ചുരുക്കി പറഞ്ഞാൽ സത്യം മനസ്സിലായിട്ടും അത് വിശ്വസിക്കാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും ഇതാണ്. പലപ്പോഴും അത് അസൂയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള ഭൗതിക ലാഭങ്ങളായിരിക്കാം, അത്യാഗ്രഹങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ കിബിറായിരിക്കാം, അഹങ്കാരമായിരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ആ രോഗം വളരെ മാരകമായിട്ടുള്ളതാണ്. അത് മനുഷ്യനെ പലപ്പോഴും മനുഷ്യന്റെ ഉള്ളിലേക്ക് ചിന്തിക്കാനും താൻ വലിയവനാണ് എന്ന ഒരു അഹങ്കാരത്തോടുകൂടി തന്നെ നോക്കാനുള്ള ഒരു നോട്ടം അത് അവനെ പ്രേരിപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് എല്ലാവിധ ഭൗതിക സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് താൻ ആരാണ്, തനിക്ക് ഈ ലോകത്ത് അള്ളാഹുവിന്റെ വിശാലമായ പ്രപഞ്ചത്തിൽ തന്റെ സ്ഥാനം എന്താണ് എന്ന് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ നിസ്സാരത അവന് ബോധ്യപ്പെടും. ഈ പറയുന്ന അഹങ്കാരത്തിനോ അതല്ലെങ്കിൽ അസൂയക്കോ അത്യാഗ്രഹങ്ങൾക്കോ ഒന്നും തന്നെ താൻ അർഹനല്ല എന്നുള്ളത് അവന് ബോധ്യപ്പെടും. മനുഷ്യനൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ മഹാപ്രപഞ്ചത്തിൽ ആ പ്രപഞ്ചവും ഞാനും തമ്മിലുള്ള ആ താരതമ്യത്തേക്ക് ഞാൻ നോക്കുക, ഒരു പഠനം നടത്തി നോക്കുക. ഈ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ എത്രയോ കോടാനകോടി ഗോളങ്ങൾ, ആ ഗോളങ്ങൾ തന്നെ, ഗോളങ്ങളിൽ പല ഗോളങ്ങളും ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഗോളങ്ങളും ഇങ്ങനെ ഓരോ ദിവസവും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 100 മില്യൺ ഗ്രഹങ്ങൾ അഥവാ ഗോളങ്ങൾ അത് ഈ ഒരുതരം ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതേസമയം ധാരാളം ഗാലക്സികളിലെയും ഗോളങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലെ ഈ ഗോളങ്ങളിൽ ഒരു ചെറിയ ഗോളമായിട്ടുള്ള ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഒന്ന്, അത് മറ്റുള്ള ഗാലക്സികളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അതിൽ തന്നെയുള്ള ഈ സോളാർ സിസ്റ്റം, നമ്മളെ ഈ ഭൂമിയും അതുപോലെ തന്നെ ഭൂമിയുമായിട്ട് സൂര്യനെ ചുറ്റി നിൽക്കുന്ന കുറച്ച് ഗോളങ്ങൾ, 8-9 ഗോളങ്ങൾ. ആ ഗോളങ്ങളിൽ തന്നെ ഒരു ചെറിയ ഗോളമാണ് ഭൂമി എന്ന് പറയുന്നത്. സൂര്യനെ അപേക്ഷിച്ച് തന്നെ ഭൂമി വളരെ ചെറുതാണ്. ഇത് ശാസ്ത്രം പറയുന്ന കാര്യമാണ്. ആ ഭൂമിയെ തന്നെ നാം രണ്ടായി തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് കടല്, പിന്നെ ഒന്ന് കര. ആ കടലിനെ അപേക്ഷിച്ച് കര വളരെ ചെറുതാണെന്നാണ് പറയുന്നത്. ഭൂമിയിലെ കടല് 70% ഉണ്ടെങ്കിൽ കര വെറും 30% മാത്രമാണുള്ളത്. ആ കേവലം 30% മാത്രമുള്ള കര, ആ ഭൂമിയെ തന്നെ നാം വലിയ പ്രദേശങ്ങളായിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്, ഭൂഖണ്ഡങ്ങളായിട്ട്. ഏഷ്യൻ ഭൂഖണ്ഡം, ആഫ്രിക്കൻ ഭൂഖണ്ഡം, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, അതുപോലെ ഓസ്ട്രേലിയ. അങ്ങനെയുള്ള വിശാല ഭൂഖണ്ഡങ്ങളിൽ ഒരു ഭൂഖണ്ഡമായിട്ടുള്ള ഏഷ്യ. ആ ഏഷ്യ ഭൂഖണ്ഡത്തിലെ പല രാജ്യങ്ങളിലെ ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യ. ആ ഇന്ത്യയിൽ തന്നെ 10-24 സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങളിൽ ഒരു ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളം. ആ കേരളത്തിൽ പല ജില്ലകൾ, 10-14 ജില്ലകൾ. ആ ജില്ലകളിലെ ഒരു ചെറിയ ജില്ലയായിട്ടുള്ള തൃശ്ശൂർ ജില്ല. ആ ജില്ലയിൽ തന്നെ കുറെ വാർഡുകൾ, കുറെ പഞ്ചായത്തുകൾ. ആ പഞ്ചായത്തുകളിലെ ചെറിയ പഞ്ചായത്തായിട്ടുള്ള ചാവക്കാട് പഞ്ചായത്ത്, അതിൽ കുറെ വാർഡുകൾ. ആ വാർഡുകളിലെ ഒരു ചെറിയ വാർഡായിട്ടുള്ള എന്റെ വാർഡ്. ആ വാർഡിൽ കുറെ വീടുകൾ, കുറെ കുടുംബങ്ങൾ. അതിൽ എന്റെ ചെറിയൊരു വീട്, എന്റെ ചെറിയ കുടുംബം. അതിൽ പല അംഗങ്ങൾ. ആ അംഗങ്ങളിലെ ഒരു അംഗം മാത്രമാണ് ഞാൻ. അതിൽ ഞാൻ പറയുന്നു, ഞാൻ വലിയൊരു സംഭവമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിലേക്ക് പോകും. ഞാൻ പറയുന്ന വ്യാഖ്യാനം എന്താണോ അത് മാത്രമാണ് ശരി. മറ്റുള്ള വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ്. ഞാനൊന്നുമില്ല. ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതിനാണ് കിബിർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ സ്ഥാനം എത്ര നിസ്സാരമാണ് ഈ ലോകത്തോടും ഈ ഗോളത്തോടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഇൻസിഗ്നിഫിക്കന്റ് ആണ് ഞാൻ. ആ ബോധം നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാനൊരു വലിയവനാണ് എന്ന തോന്നൽ, അതാണ് മനുഷ്യനെ അഹങ്കാരത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹമാണല്ലോ നമ്മുടെ സലഫ്. നമ്മുടെ സലഫ് സാലിഹ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാരെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മറന്നു കളയുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വചനമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖൗലി സവാബും വയുഹ്തമലുൽ ഖത്താ. അദ്ദേഹം ഇതുപോലെ ധാരാളം വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തിയാണ്. പക്ഷെ ആ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വാദം പറയുകയാണ്, ഖൗലി സവാബും വയുഹ്തമലുൽ ഖത്താ വഖൗലു ഗൈരി ഖതഉൻ വയുഹ്തമലു സവാബ്. ഞാനീ പറഞ്ഞ വാക്കുണ്ടല്ലോ, എന്റെ ഈ വാദം അതാണ് ശരി, പക്ഷേ വയുഹ്തമലുൽ ഖത്താ, അത് തെറ്റാവാനും സാധ്യതയുണ്ട്. വഖൗലു ഗൈരി സവാബുൻ വഖൗലു ഗൈരി ഖതഉൻ വയുഹ്തമലു സവാബ്. എന്റെ ഓപ്പനന്റ് അദ്ദേഹം പറഞ്ഞ വാദമുണ്ടല്ലോ, ആ വാദം തെറ്റാണ്, പക്ഷേ വയുഹ്തമലു സവാബ്, അത് ശരിയാവാനും സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ ഇജ്തിഹാദുകളാണ്. അപ്പൊ എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, അത് ശരിയാണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ഒരു പക്ഷേ തെറ്റാവാനും സാധ്യതയുണ്ട്. എന്റെ എതിരാളി പറഞ്ഞത് ആ വാദം തെറ്റാണ്, പക്ഷെ അത് ശരിയാവാനും സാധ്യതയുണ്ട്. ഈ ഒരു വിശാല മനസ്കതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് പല ആളുകളും സംസാരിക്കുമ്പോൾ ഖൗലി സവാബുൻ വലാ യുഹ്തമലുൽ ഖത, ഞാൻ പറഞ്ഞത് എന്താണോ അത് മാത്രമാണ് ശരി, അതൊരിക്കലും തെറ്റാവാൻ സാധ്യതയില്ല. വഖൗലു ഗൈരി ഖതഉൻ വലാ യുഹ്തമലു സവാബ്. എന്റെ എതിരാളി പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് തെറ്റാണ്, അതൊരിക്കലും ശരിയാവാനും സാധ്യതയില്ല എന്ന വാദത്തിലേക്കാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ വീക്ഷണങ്ങൾ അത് എത്ര ശരിയാവട്ടെ, അതല്ലെങ്കിൽ അതിന് തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ഈ പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് പഴുതുകളുള്ള വിഷയങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്കും പറയാനുള്ള അവസരവും അതുപോലെ തന്നെ അത് കേൾക്കാനുള്ള സന്മനസ്സും അത് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതല്ലാതെ നാം നമ്മിലേക്ക് ചുരുങ്ങുമ്പോൾ അവിടെ ഒരുതരം ഈഗോ പ്രശ്നം ഉടലെടുക്കുകയാണ്. തന്നിലേക്ക് തന്റെ വാദം മാത്രമാണ് ശരി, മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന ആ ഒരു വിശാല അഥവാ അഭിപ്രായ ഭിന്നതകൾക്ക് പഴുതുകളുള്ള വിഷയങ്ങളിൽ ആ ഒരു നിലപാടിലേക്ക് ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്ക് ചെന്നെത്തിപ്പെടാൻ സാധ്യമല്ല. അത് യഥാർത്ഥത്തിൽ പൂർവികരായിട്ടുള്ള ഇമ്മത്തുകളുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന രീതിയിൽ മനസ്സിനെ ബാധിക്കുന്ന, മനുഷ്യന്റെ ആത്മീയതയെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിന്റെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞു. ഈ പറഞ്ഞ കിബറും ഹസദും അതുപോലെ തന്നെ ഹിർസുമാണ്. അതുപോലെ ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ചില ചികിത്സകളുണ്ട്. അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന ചികിത്സയാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം വിശുദ്ധ ഖുർആൻ അതിന് പേരിട്ടിരിക്കുന്നത് തസ്കിയത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സംസ്കരണം. അത് വിശുദ്ധ ഖുർആന്റെ ധാരാളം സ്ഥലങ്ങളിൽ അക്കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരൊരുത്തൻ തന്റെ ആത്മാവിനെ സംസ്കരിച്ചോ അവൻ വിജയിച്ചു. അതല്ല, ആരൊരുത്തൻ അതിന്റെ പാപങ്ങളിൽ, അതിന്റെ കുറ്റകൃത്യങ്ങളിൽ തന്നെ തളച്ചിട്ടോ അവൻ പരാജയപ്പെടും. അപ്പൊ ഈ മനസ്സിനെ സംസ്കരിച്ചെടുക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഒരു തസ്കിയത്തിന്റെ വഴികൾ നമ്മൾ കണ്ടെത്തണം. ഫിറഔനിലേക്ക് മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗ. മൂസയോട് പറയുകയാണ്, നീ ഫിറഔനിലേക്ക് പോകണം. എന്തേ കാരണം? അവനതാ ധിക്കാരിയായി തീർന്നിരിക്കുന്നു, എല്ലാവിധ തിന്മകളിലും കുളിച്ചിരിക്കുകയാണ്. ഇന്നഹു തൊഗ. തൊഗ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് അതിന്റെ അതിരുകൾ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു പാപകൃത്യങ്ങളിൽ, കുറ്റകൃത്യങ്ങളിൽ. പക്ഷെ അങ്ങനെയുള്ള ഫിറഔനിലേക്ക് നീ പോകണം. എന്നിട്ട് എന്ത് പറയണം? ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക. നീ ഒരു തസ്കിയത്തിലേക്ക് വരാൻ നീ തയ്യാറുണ്ടോ? ഒരു ആത്മസംസ്കരണം നടത്താൻ നീ തയ്യാറുണ്ടോ എന്ന് ആ ഫിറഔനോട് നീ പറയണമെന്ന് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്. അപ്പൊ ഫിറഔനെ പോലെ എന്ന് പറഞ്ഞാൽ ഫിറൗന്റെ അത്ര തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തൊരു വ്യക്തി ഇന്ന് ലോകത്തുണ്ടാവില്ല. കാരണം ഫിറൗൻ പറഞ്ഞ വാദങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാല അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് നിങ്ങളുടെ എല്ലാം റബ്ബ്
എന്ന് പോലും ഫിറോൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും ധിക്കാരിയായിട്ടുള്ളൊരു ഫിറോൻ, താനാണ് നാഥൻ എന്ന് പോലും വാദിച്ച ഫിറോൻ, ആ ഒരു ഫിറോന് പോലും എന്തുണ്ട്, തസ്കിയത്ത് നടത്താൻ സാധിക്കും അയാൾ മനസ്സ് വിചാരിക്കുകയാണെങ്കിൽ. അതാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മൂസ അലൈഹി ഇസ്ലാമിനെ വെറുതെ ഒരു അനാവശ്യമായിട്ട് അള്ളാഹു ഫിറോന്റെ അടുത്തേക്ക് വിട്ടെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എത്രമാത്രം അവന്റെ ആത്മീയ ജീവിതത്തിൽ മോശപ്പെട്ടവനായിക്കൊള്ളട്ടെ, അവനക്കൊക്കെ കരകയറാനുള്ള ഒരു മാർഗം അത് അള്ളാഹു തുറന്നിട്ടുണ്ട്. അത് ആ മനുഷ്യനിൽ നിന്നുണ്ടാവണം എങ്കിൽ അള്ളാഹു അതിനുള്ള ഹിദായത്ത് അവന് ലഭിക്കും, കൊടുക്കും. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബൂ സഈദ് അൽ ഖുദരിയെ തൊട്ട് ഉദ്ധരിക്കപ്പെടുകയാണ്. അദ്ദേഹം പറയുകയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലങ്ങളിൽ നടന്നൊരു സംഭവത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ 99 ആളുകളെ കൊന്നു, 99 ആളുകളെ വധിച്ചു, അങ്ങനെയുള്ള ഒരു ഘാതകൻ. പക്ഷെ അതിനുശേഷം അവന്റെ മനസ്സ് മാറി. എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരു പശ്ചാത്താപ ബോധം ഉടലെടുത്തു, ഞാൻ ചെയ്തത് തെറ്റായല്ലോ എന്നുള്ളത്. അങ്ങനെ അയാളിങ്ങനെ ഒരു പശ്ചാത്താപ മനസ്സുമായിട്ടാണ് ഞാൻ നടക്കുകയാണ്. അപ്പോഴാണ് അയാളൊരു ആബിദിനെ കണ്ടെത്തുന്നത്. ആബിദ് എന്ന് പറഞ്ഞാൽ ഒരു സന്യാസി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാഷയിൽ പറയാൻ സാധിക്കും. വെറും ആരാധനകളെല്ലാം ഇങ്ങനെ ആരാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വലിയൊരു പാപിയാണ്, 99 ആളുകളെ ഞാൻ വധിച്ചു കളഞ്ഞു, പക്ഷെ എനിക്ക് എന്റെ മനസ്സിൽ പശ്ചാത്താപ ബോധമുണ്ട്, എനിക്ക് വല്ല പശ്ചാത്താപമുണ്ടോ, എനിക്ക് വല്ല തൗബയുമുണ്ടോ? അപ്പൊ ഈ മനുഷ്യനാണെങ്കിലോ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നൊരു മനുഷ്യനാണ്. ഇയാൾ തിന്മയെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസിയാണ്. ഇയാളുടെ മുന്നിൽ ഇയാളിങ്ങനെ വന്നിട്ട് 99 ആളെ കൊന്നു തന്നപ്പോൾ ആകെ ഞെട്ടിപ്പോയി. ഇയാൾ പറഞ്ഞു, എന്ത് തിന്മയാണ് നീ ചെയ്തത്, ഏത് അള്ളാണ് നിനക്ക് പുറത്തു തരാൻ, നിനക്ക് തൗബയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ വിചാരിച്ച ഏതായിരുന്നാലും എനിക്ക് തൗബയില്ല എന്നരകത്തിലേക്കാണ് പോണത്. പിന്നെ ഇപ്പൊ ഇവനെ ജീവിക്കാൻ വിടണ്ടല്ലോ എന്നിട്ട് അവനെയും വകവരുത്തി. അങ്ങനെ 100 തികച്ചു. അങ്ങനെ 100 ആളെ കൊന്നു. പക്ഷെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പിന്നീടും അയാൾക്ക് മനസ്സിൽ പശ്ചാത്താപ ബോധമുണ്ടായി. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ എന്ന ബോധം അയാൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും അയാൾ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണ് ഒരു ആലിമിനെ കാണുന്നത്, ഒരു പണ്ഡിതന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ആ പണ്ഡിതനോട് ഇക്കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ 100 ആളുകളെ കൊന്നിട്ടുണ്ട്, എനിക്ക് വല്ല പശ്ചാത്താപവുമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒമൻ യഹൂലു ബൈനക വബൈന അല്ലാഹ്, നിന്റെയും അള്ളാഹുവിന്റെ ഇടയിൽ ആർക്കാണ് മറയിടാൻ സാധിക്കുക? നീ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്റെ പശ്ചാത്താപം സ്വീകരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻതലിക് ഇലാ അർളി കദാ വലാ തർജി ഇലാ അർളിൻ ഫഇന്ന ഫിഹാ അർദു സൂ. നിന്റെ പ്രശ്നം നീ ജീവിക്കുന്ന നാട് കൊള്ളുകയില്ല. ഒരു മോശപ്പെട്ട രാജ്യത്താണ് നീ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിന്ന് മാറുക, സജ്ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ നീ പോയി ജീവിക്കുക. അതിന് പക്ഷേ നിന്നെ തിന്മയിൽ നിന്ന് അകറ്റാൻ നിന്നെ സാധിക്കും, നിന്നെ സഹായിക്കും. അങ്ങനെ നല്ല മനസ്സോടുകൂടി അയാൾ ആ പറയപ്പെട്ട നാട്ടിലേക്ക്, ചില റിവായത്തുകൾ പറയുന്നത് ബസ്ര എന്ന് പറയുന്ന നാട്ടിലേക്കാണ് പോകാൻ വേണ്ടി ആ പണ്ഡിതൻ കൽപ്പിച്ചത്. അങ്ങനെ ബസ്ര എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകാൻ വേണ്ടി അയാൾ തയ്യാറെടുത്ത് അങ്ങനെ യാത്ര മധ്യേ അയാളുടെ മരണം സംഭവിച്ചു. ഈ 100 ആളെ കൊന്ന ഘാതകന്റെ കൊലയാളിയുടെ മരണം സംഭവിക്കുകയാണ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ മലായികത്തുർ റഹ്മത്തും മലായികത്തുൽ അദാബും അവിടെ വന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മലായികത്തുർ റഹ്മത്തിന്റെ ആത്മാക്കൾ, സ്വർഗീയ ലോകത്തേക്ക് അവന്റെ ആത്മാവിനെ കൊണ്ടുപോകേണ്ട മലക്കുകൾ വാദിച്ചു, അവൻ തൗബ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അവന്റെ ആത്മാവ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ മലായികത്തുൽ അദാബ് പറഞ്ഞു, അവന്റെ ആത്മാവിനെ ശിക്ഷാലോകത്തേക്ക് കൊണ്ടുപോകേണ്ട മലക്കുകൾ പറഞ്ഞു, അവരും വാദിച്ചു. അവർ പറഞ്ഞു, ഇവന്റെ തൗബ പൂർണ്ണമായിട്ടില്ല. കാരണം ഒരു നാട്ടിലേക്ക് പുറപ്പെട്ടു, നാട്ടിലേക്ക് അവൻ എത്തിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ അവന്റെ തോപ പൂർണ്ണമായിട്ടുള്ള അവൻ 100 ആളുകളെ കൊന്ന ഘാതകനാണ്, കൊലയാളിയാണ്. അതുകൊണ്ട് അവന്റെ ആത്മാവിന് ഏറ്റവും അർഹരായിട്ടുള്ളവർ ഞങ്ങളാണ്. അങ്ങനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അവരിലേക്ക് പറഞ്ഞയച്ചു ഒരു മധ്യസ്ഥനായിട്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം അവരിലേക്ക് വന്നിട്ട് ആ മലക്കുകളോട് പറഞ്ഞു, മധ്യസ്ഥം വായിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ പുറപ്പെട്ട നാട്ടിലേക്കുള്ള ദൂരം നിങ്ങൾ അണക്കണം. ഇവൻ പുറപ്പെടാൻ ഉദ്ദേശിച്ച നാട് ബസ്ര എന്ന് പറയുന്ന നാട്ടിലേക്കാണ് ഇവൻ കൂടുതൽ അടുത്തിരുന്നതെങ്കിൽ മലായികത്തുർ റഹ്മത്തിന് അവന്റെ ആത്മാവിനെ കൊണ്ടുപോകാം. അതല്ല, ഇവൻ പുറപ്പെട്ട നാട്ടിലേക്കാണ് മരണം സംഭവിച്ച നാടുമായിട്ട് കൂടുതൽ അടുത്ത് കിടക്കുന്നതെങ്കിൽ മലായികത്തുൽ അദാബിനും ഇവന്റെ ആത്മാവിനെ കൊണ്ടുപോകാം എന്ന ഒരു മധ്യസ്ഥ വീക്ഷണം അവിടെ പറയുകയുണ്ടായി. അങ്ങനെ അവരെ മസാഫത്ത് ദൂരം വളർന്നപ്പോൾ അവൻ കൂടുതൽ ആ പുറപ്പെടാൻ ഉദ്ദേശിച്ച നാട്ടിലേക്കാണ് കൂടുതൽ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിക്കുന്നത്, കാരണം സഹാബാക്കൾക്ക് നമുക്കറിയാം പലവിധ വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളൊന്നും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം ഇത്ര വിശാലമാണ് എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരിക്കലും തന്നെ നമ്മുടെ ആത്മീയമായ രീതിയിൽ എത്രമാത്രം നമ്മൾ മോശക്കാരാണെങ്കിലും ധാരാളം തിന്മകൾ ചെയ്തു കൂട്ടിയവരാണെങ്കിലും ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഒരിക്കലും തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ ഈ തസ്കിയത്ത് എങ്ങനെ നമുക്ക് സംഭവിക്കാം? തസ്കിയത്ത് നമ്മിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള പല വഴികളുണ്ട്. ഇപ്പൊ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ തന്നെ, ഇപ്പൊ ഇസ്ലാം വളരെ നിർബന്ധമായിട്ട് വിശ്വാസികളോട് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങളുണ്ടല്ലോ, ആ ആരാധനാ കർമ്മങ്ങൾ തന്നെ തസ്കിയത്തിന്റെ ഒരു ഭാഗമാണ്. നിസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായിട്ടും നമസ്കാരം എല്ലാവിധ ഫഹ്ശാഉകളിൽ നിന്നും, എല്ലാവിധ മുൻകറുകളിൽ നിന്നും, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും, കുറ്റകൃത്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള നമസ്കാരമാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതിന്റെ നിയമങ്ങളും അതിന്റെ ഷർത്തുകളും നിബന്ധനകളും സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, കാരണം ഒരു ദിവസം 5 തവണ ആവർത്തിക്കപ്പെടുന്ന ഒരു ആരാധനയാണത്. അതുപോലൊരു ആരാധന ഒരു മുസ്ലിമിനല്ലാതെ, ഒരു വിശ്വാസിക്കല്ലാതെ മറ്റൊരു വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇപ്പൊ മതവിശ്വാസികളിൽ തന്നെ മുസ്ലിമീങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആരും തന്നെ ഈ രീതിയിലുള്ള ഒരു ആരാധനാ കർമ്മം ഇവിടെ അനുഷ്ഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ ഫമൻ തറക്കഹാ ഫഖദ് കഫർ. നാമും അവരും തമ്മിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള വ്യത്യാസം നമസ്കാരമാണ്. അവിശ്വാസികളും സത്യനിഷേധികളും മുസ്ലിമുകളും തമ്മിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള വ്യത്യാസം നമസ്കാരമാണ്. അതുകൊണ്ട് ആരെങ്കിലും അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ കാഫറായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കിപ്പോ കാരണം അതെന്താ, പ്രത്യക്ഷമായിട്ടുള്ള ഒരു ദിവസം 5 വക്ത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് അനുഷ്ഠിച്ചിട്ടും നമുക്ക് അതിന്റെ ഗുണം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ പ്രശ്നമാണ്, നമസ്കാരത്തിന്റെ പ്രശ്നമല്ല. അപ്പൊ നമസ്കാരം വേണ്ട വിധത്തിൽ അത് മുറപ്രകാരം നിർവഹിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഇത് തസ്കിയത്തിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വർഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നോമ്പ്, ആ നോമ്പിനെ സംബന്ധിച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു ജുന്ന. ഈ നോമ്പ് എന്ന് പറയുന്നത് ജുന്നത്താണ്, ഒരു പരിചയാണ്. അത് മനുഷ്യനെ ആത്മസംസ്കരണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നിർബന്ധമാക്കപ്പെട്ടത് വർഷത്തിലൊരിക്കലാണ്. പക്ഷെങ്കിൽ സുന്നത്തായിട്ടുള്ള നോമ്പുകൾ നമുക്ക് ഏത് സമയത്തും എടുക്കാം, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ. അതൊക്കെ മനുഷ്യനെ ആത്മീയമായിട്ടുള്ള സംസ്കരണത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് താൻ വിവാദത്തിലാണ് എന്ന ബോധമാണ് ഉണ്ടാവുന്നത്. അത് കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ അവന് സാധിക്കും. അതുപോലെ തന്നെ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങുക. എങ്ങനെയുള്ള സക്കാത്ത്? എന്തിനു വേണ്ടി? തുതഹിറുഹും, അവരെ തൊഹൂറാക്കാൻ വേണ്ടി, ശുദ്ധീകരിക്കാൻ വേണ്ടി, തുസക്കീഹിം, അതുപോലെ അവർക്ക് സംസ്കരണം നൽകാൻ വേണ്ടി. അപ്പോ മനുഷ്യന്റെ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുക എന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ ദുഷിച്ച വികാരങ്ങൾ, പ്രത്യേകിച്ച് ഈ പിശുക്ക്, ലുബ്ധ് പോലുള്ള, അത്യാഗ്രഹം പോലുള്ള ഈ രോഗങ്ങൾ, അതിന് ചികിത്സയാണ് യഥാർത്ഥത്തിൽ സംഭാവന അഥവാ ചാരിറ്റി അഥവാ ഈ സദക്ക
കൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതും മനുഷ്യന് ആത്മസംസ്കരണത്തിന് മനുഷ്യനെ സഹായിക്കുന്ന കാര്യമാണ്. അതുകൂടെ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ നമ്മൾ ചിട്ടയോടുകൂടി ചെയ്യുന്ന ഇബാദത്തുകളുടെ ഭാഗമാണ്. ഇതല്ലാത്തതായിട്ടുള്ളത് തന്നെ ഇപ്പൊ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു തസ്കിയത്താണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തസ്കിയത്തിൽ വലിയൊരു തസ്കിയത്താണ്. അഥവാ ആത്മസംസ്കരണം ലഭിക്കാനുള്ള വലിയൊരു വഴിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അത് മൗഇളത്താണ്, അത് നിങ്ങൾക്ക് ഉത്ബോധനമാണ്. അതുപോലെ തന്നെ ഷിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ മനസ്സുകൾക്കുള്ള ഷിഫയാണ്. നിങ്ങളുടെ മനസ്സുകൾക്കുള്ള ഷിഫയാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ എന്താ? രോഗശമനമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള രോഗങ്ങൾക്കുള്ള ശമനമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. അത് കൂടുതൽ നമ്മൾ അർത്ഥസഹിതം അത് പഠിക്കുകയും അത് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. അതുപോലെ തന്നെ നമ്മോട് പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ അത് നമ്മൾ മുറപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ തസ്കിയത്തിന്റെ വഴിയാണത്. പ്രത്യേകമായിട്ടുള്ള ദിക്റുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റുകൾ, പുറത്തിറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതൊക്കെ നമുക്കറിയാം. മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും പലപ്പോഴും ഇതൊക്കെ നമ്മൾ പഠിച്ചു എന്നല്ലാതെ പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കാം. തീർച്ചയായിട്ടും അതും തസ്കിയത്തിന്റെ ഒരു ഭാഗമാണ്. അവസാനമായിട്ട് തസ്കിയത്തിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നത് മജ്ലിസുൽ ദിക്റാണ്. മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മജാലിസുൽ ദിക്ർ ഉണ്ടല്ലോ, അത് അവിടെ മലക്കുകൾ ചിറക് വിരിക്കും, അവിടെ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിച്ചുകൊണ്ടിരിക്കും. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ ഇത് കാണാൻ സാധിക്കുന്നു. അള്ളാഹു അവരെ സംബന്ധിച്ച് പുകഴ്ത്തിക്കൊണ്ട് പറയും. അപ്പൊ ഈ ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ കേവലം നമ്മളിങ്ങനെ വട്ടം വളഞ്ഞു കൂടിയിരുന്ന ഇങ്ങനെ ദിക്ർ ചെല്ലുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു ദിക്ർ ഇങ്ങനെ ഉരുവിടുക എന്നുള്ളതല്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരിക്കുന്ന ഇതേപോലുള്ള ക്ലാസുകൾ. ഇത് നമ്മുടെ സംഭവം, നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് കേവലം ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു സെന്ററിൽ അവിടെ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന കുറെ ആൾക്കാർ വന്ന് കൂടുന്നു, എന്നിട്ട് പലതും പറയുന്നു, അത് പിരിയുന്നു. ഇതല്ലാത്ത രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സ്ഥിരമായിട്ട് ദിവസേന ചുരുങ്ങിയത് 5 മിനിറ്റ് സമയമെങ്കിലും ഒന്ന് വളഞ്ഞിരുന്നുകൊണ്ട് ദീനിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിക്റിന്റെ മജ്ലിസ് അത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അത് ഏത് രീതിയിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയാലും അങ്ങനെ ഒരു മജ്ലിസ് ദിക്ർ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മലക്കുകൾ ആ വീടുകളുമായിട്ട് അടുക്കാനും പിശാചുക്കൾ ആ വീടുകളിൽ നിന്ന് പുറന്തള്ളാനും അള്ളാഹുവിന്റെ റഹ്മത്തും കാരുണ്യം ആ വീടുകളിൽ ഇറങ്ങാനും അത് കാരണമായി തീരും. അപ്പൊ ഇതൊക്കെ തസ്കിയത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ്. അപ്പൊ ഈ ഭാഗങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. തീർച്ചയായിട്ടും നമുക്ക് ആത്മീയമായിട്ടുള്ള ആ ഒരു സംസ്കരണം, ആ തസ്കിയത്ത് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യം ഇബാദത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. സത്യം പോലെ മനസ്സിലാക്കാനും അത് ചമൻസിനുള്ള തൗഫീഖ് എനിക്ക് നിങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.